എറണാകുളത്ത് കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30-ഓടെയാണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. മെട്രോ സർവീസുകൾ അവസാനിച്ചതിനു ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് രാത്രി 12 മണിയോടെയാണ് രക്ഷാദൌത്യം പുനരാരംഭിച്ചത്. ഗാന്ധിനഗർ അഗ്നിരക്ഷാ സേനയും മൃഗക്ഷേമ സംഘടനയായ SPCAയും ചേർന്ന് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഓപ്പറേഷൻ സുഭാഷ് എന്നറിയപ്പെട്ട രക്ഷാദൌത്യം വിജയം കണ്ടത്. ജീവനോടെ തന്നെ സുഭാഷ് എന്ന് വിളിപ്പേരിട്ട പൂച്ചയെ താഴെയെത്തിക്കാനായി. തുടർന്ന് പൂച്ചയെ തോപ്പുംപടിയിലെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിരീക്ഷണത്തിലാണ്. പൂച്ചയെ താഴെയിറക്കുന്ന ദൌത്യം കാണാൻ നിരവധി പേരാണ് മെട്രോ പില്ലറിന് സമീപം തടിച്ചുകൂടിയത്. പുലർച്ചെ പൂച്ചയെ ജീവനോടെ താഴെയിറക്കിയപ്പോൾ ജനക്കൂട്ടം മാർത്തു വിളിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്തെ 556 നമ്പർ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ ഫയർഫോഴ്സ് എനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ ചേർന്ന് രക്ഷപ്പെടുത്തി. മെട്രോ പില്ലറിൽ ഒരാഴ്ചയോളമായി സുഭാഷ് പെട്ടുകിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബാനർജി റോഡിൽ വാഹനഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ജനങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് ഗതാഗതവും നിയന്ത്രിച്ചത്. ഇന്നലെ രാവിലെ 11:30-ക്ക് പൂച്ചയെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് അംഗങ്ങളെ കണ്ടതോടെ പൂച്ച ഓടിപ്പോയത് രക്ഷാദൌത്യത്തിന് തിരിച്ചടിയായി. തുടർന്ന് ദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു.